ഹലോ ഹായ് നമസ്കാരം. ഫെമിനിസത്തിനെ കുറിച്ച് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നു പോയി. ഇപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് നികത്തുകയാണ്. ഫെമിനിസം സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റുകൾക്ക് കുടുംബജീവിതമില്ല. ഫെമിനിസം നാട്ടിൽ പരക്കുന്നത് കാരണം പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. വൈ ഫെമിനിസം ഈസ് ഡൂയിങ് സച്ച് ഡേർട്ടി തിങ്സ്? കാരണം ഈ ഫെമിനിസം ഇങ്ങനെ മൂത്ത് കഴിയുമ്പോഴേക്കും ആണുങ്ങൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ലടോ. എന്തൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നാട്ടിൽ ഡിവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഫെമിനിസ്റ്റുകളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഇവിടെ ആകുല ചിത്തരാവുന്നുണ്ട്. അപ്പോൾ ഫെമിനിസവും വിവാഹവുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്രശ്നത്തിനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിഹാരം വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ കാലത്ത് ചില ആൺപിള്ളേരൊക്കെ പെണ്ണ് കിട്ടാതെ വിഷമിച്ച് ഇങ്ങനെ തേരാപ്പാരാ നടക്കുക. അവന്മാർക്ക് അങ്ങനെ പെണ്ണ് കിട്ടും. പെണ്ണിനെ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട രീതിയുണ്ട്. അങ്ങനെയുള്ള ആണിന്റെ അടുത്ത് മാത്രമേ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടികൾ ചെല്ലുള്ളൂ. തന്നെയല്ല, നാഗാദേവിയെ പോലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അതുപോലെ പെണ്ണിനെയോട് പെരുമാറുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പുരുഷന്റെ അടുത്തേക്ക് മാത്രമേ പെണ്ണ് നിൽക്കുള്ളൂ, പോവുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള വാക്കിൽ വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എന്നിട്ടും മനസ്സിലാവാത്ത ആളുകളുണ്ടാവും. നമുക്ക് കുറച്ചുകൂടി വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ വിഷയം സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കല്യാണത്തെക്കുറിച്ച് പറയണം. കാര്യം പറയുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കുടുംബത്തിനകത്തുള്ള സ്വാതന്ത്ര്യക്കുറവുണ്ട്. അതുപോലെ സാമൂഹികമായി അതൊക്കെ പറയേ, അങ്ങനെയൊക്കെ ആവശ്യപ്പെടുകയെ എന്ന് പറയുന്ന ഒരു സാമൂഹിക അസ്വാതന്ത്ര്യം ഈ കാര്യത്തിൽ നിലനിന്നിരുന്നു. വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ആളെ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും മുന്നിലേക്ക് വെക്കാതെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ആദരവാണ്. തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനും കുടുംബത്തിനുമെതിരെയുള്ള ഒരു അനാദരവായിട്ടാണ് അത് ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി അഥവാ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി സമ്മർദ്ദം ചെലുത്തി, അതിനൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു, സാമം ദാനം ഭേദം ദണ്ണം, അങ്ങനെ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തി ആ നോയെ യെസ് ആക്കി മാറ്റി വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നും അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടക്കുന്നത്. വരനെയും വധുവിനെയും ഈ വീട്ടുകാരാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം അവർക്ക് ഇരുവർക്കും പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നു. അവർ തമ്മിൽ ഓക്കെ ആണെങ്കിൽ വിവാഹം കഴിക്കുന്നു. ഇതാണ് ഐഡിയലി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു രീതി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളതിനെ അറേഞ്ച്ഡ് മാരേജ് എന്ന് വിളിക്കുന്നു. പക്ഷേ അറേഞ്ച്ഡ് മാരേജ് എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ഇത്രയും കാലം കരുതിക്കൊണ്ടിരുന്ന കല്യാണങ്ങളിൽ വലിയൊരു വിഭാഗവും നടന്നിട്ടുള്ളത് അറേഞ്ച്ഡ് മാരേജ് ആയിട്ടല്ല, ഫോഴ്സ്ഡ് മാരേജ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ പുറമേ നോക്കുമ്പോൾ സമ്മതം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി നേടിയെടുക്കുന്ന ഒരു സമ്മതമാണ് ഇത്തരം വിവാഹങ്ങളിൽ നടന്നിരുന്നത്. ഇതിനൊക്കെ അറേഞ്ച്ഡ് മാരേജ് എന്ന് വിളിക്കുന്നതിനേക്കാൾ സോഷ്യലി ഫോഴ്സ്ഡ് മാരേജ് എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള പദപ്രയോഗം. അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ, അവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കാതെ നടത്തിക്കൊണ്ടിരുന്ന കല്യാണങ്ങളെയാണ് നമ്മളിവിടെ ഇത്രയും നാൾ നോർമലൈസ് ചെയ്തിരുന്നത്. ഈ കുടുംബം, വിവാഹം എന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ചോയ്സാണ്. ആ ചോയ്സ് എടുക്കണോ, ഇനി ആ ചോയ്സ് സ്വീകരിച്ചാൽ അത് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ളത് ഓരോ വ്യക്തികളും സ്വയം തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫെമിനിസം എന്ന് പറയുന്നത് ഒരു കുടുംബ വിരോധമല്ല, അത് അനീതിയോടുള്ള വിരോധമാണ്. ഒരു കുടുംബത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഫെമിനിസം ചെയ്യുന്നത്. കുടുംബജീവിതത്തിൽ ഫെമിനിസത്തിൻ്റെ പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം നിലനിന്ന് പോരാൻ ഒരു സ്ത്രീയുടെ മാത്രം ക്ഷമയും ത്യാഗവും സഹനവുമാണ് ആവശ്യം എന്ന് പറയുന്ന ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഫെമിനിസം ഇവിടെ ചെയ്യുന്നത്. ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ്, ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെയാണ് ഫെമിനിസം ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനെ കുടുംബ വിരോധമായി ചിത്രീകരിക്കുക എന്നുള്ളത് ഫെമിനിസത്തിനെ, അല്ലെങ്കിൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഉത്തമ ജീവിതത്തെ കുറിക്കുന്ന ചില മഹദ്വചനങ്ങൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രിയങ്ക പല ഇൻ്റർവ്യൂകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മഹദ്വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വീഡിയോയിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ ഒരു കഷ്ണം കേൾക്കാം. ടീച്ചറുടെ മാരേജിന്റെ ഒരു സക്സസ് കീ ഉണ്ടായിരിക്കും. എന്റെ ക്ഷമ, നമ്മൾ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമിച്ച് നമ്മുടെ ഭർത്താവ്, അച്ഛനമ്മ എന്ത് പറയുന്നത് കേട്ട് കുടുംബത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതൊരു കുടുംബത്തിൽ ഒരു സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്ന് പറയുന്നുണ്ടായാൽ മതി. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വാക്കുകളെല്ലാം കേൾക്കേണ്ടത്.
അവര് കേട്ടോട്ടെ. ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബം പോയി നോക്കുക ആദ്യം. ഒരു പറയുന്ന ഒരു ഫെമിനിസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഫെമിനിസ്റ്റിന്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാമോ, അവിടെ എന്തായിരിക്കും? അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, മോനുണ്ടാവില്ല. മിക്കവാറും അങ്ങനെയായിരിക്കും ഞാൻ പറയുന്നു. ഈ ഫെമിനിസം കാരണം കുടുംബം തകരുന്നു എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷ ആളുകളും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് മാത്രമല്ല ഫെമിനിസ്റ്റ് ആകാൻ പറ്റുക, പുരുഷന്മാർക്കും ഫെമിനിസ്റ്റുകളാകാൻ പറ്റും. ഫെമിനിസ്റ്റുകളായ ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് വളരെ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കുടുംബജീവിതം ആരോഗ്യകരമായ കുടുംബജീവിതമാവുന്നത് സമത്വവും പരസ്പര ബഹുമാനവും ഒക്കെ നിലനിന്ന് പോരുമ്പോഴാണ്. അങ്ങനെയുള്ള കുടുംബജീവിതമാണ് ഫെമിനിസം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, സ്ത്രീക്ക് സ്വന്തമായി സ്വപ്നങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും എന്ന് പറയുന്ന ഒരു പേടിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ സമൂഹം ഇപ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു തുണ വേണ്ടേ എന്നുള്ളത്. ഈ തുണ എന്താണ് എന്ന് ഈ സമൂഹം ഡിഫൈൻ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയൊക്കെ നമ്മൾ സമൂഹം പറയുന്നതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തു പോയാൽ തുണ എന്ന് പറയുന്നത് ഒരു ബാധ്യതയായിട്ട് മാറും. കാരണം ഒരു പുരുഷന് തുണ വേണമെങ്കിൽ അവനൊരു സ്ത്രീയെ വിവാഹം കഴിക്കണം, അവളുടെ ചിലവും കാര്യങ്ങളും ഒക്കെ നോക്കണം, അവൾക്ക് വേണ്ടുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? അവൾക്കൊരു തുണ വേണമെങ്കിൽ ഒരു പുരുഷനെ വിവാഹം കഴിക്കണം, അയാൾ പറയുന്നത് എല്ലാം കേട്ട് അനുസരിച്ച് ആ കുടുംബം നിലനിന്ന് പോരാൻ വേണ്ടി അയാളിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീ സഹനത്തിൻ്റെ ക്ഷമയുടെ ആൾരൂപമാണ് എന്ന് പറഞ്ഞ് സഹിച്ച് ക്ഷമിച്ച് ആ തുണയെ ഒരു ബാധ്യതയായി കൊണ്ടു നടക്കണം. ഇനി വിവാഹം കഴിക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ പോയി പറയും, നിനക്കൊരു തുണയൊക്കെ വേണ്ടേ? വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരാളുടെ ചോയ്സാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ വേറൊരാൾ വേണ്ട എന്നൊരാൾ ചിന്തിക്കുന്ന സമയത്ത് മറ്റൊരാളെ അയാളുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കലാണ്. അങ്ങനെ നമ്മുടെ നിലനിൽക്കുന്ന കുടുംബബന്ധ കൺസെപ്റ്റുകൾ, നമ്മുടെ സമൂഹം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന പല പരിപാടികളും തുണ ഈസിക്കൽ ടു ബാധ്യത എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമുക്കൊരു നല്ല ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാലോ? പരസ്പരം വളരാനും പരസ്പരം ആശ്വാസം പകരാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല ബന്ധമായിരിക്കേണ്ടത്. അതിന് വേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോ ഘടകങ്ങൾ എടുത്ത് നോക്കാം. ഇപ്പോൾ ഫിനാൻഷ്യലി, സാമ്പത്തിക പരിപാടികൾ, വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ 2 പേർക്കും ഉണ്ടാവാം, ചിലപ്പോൾ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഏത് രീതിയിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് പണത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ നിയന്ത്രിക്കുന്നു, എങ്ങനെ സേവ് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള തീരുമാനങ്ങൾ 2 പേരും ഒരുമിച്ച് ആലോചിച്ചെടുക്കേണ്ടതുണ്ട്. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കണം. പൈസയുടെ കാര്യമൊക്കെ പുള്ളിയാണ് നോക്കുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ചിലവിനുള്ള ഇച്ചിരി പൈസ എൻ്റെ കയ്യിൽ കിട്ടുമെന്നാണെങ്കിൽ നിങ്ങൾ ഈ പണം വാങ്ങി ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് മാറും. മറ്റേ ആൾ പ്രൊവൈഡറായിട്ട് മാറും. അതായത് എൻ്റെ പണം എന്ന് പറയുന്ന ഒരു ചിന്ത അവിടെ നിൽക്കുകയാണ്. അവിടുന്ന് മാറിയിട്ട് ഇത് നമ്മുടെ ജീവിതമാണ് എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറുമ്പോഴല്ലേ അവിടെ ഒരാൾ കൺട്രോൾ ചെയ്യുന്ന ആളും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളും എന്ന് പറയുന്ന ഒരു രീതിക്ക് മാറ്റം കൊണ്ടുവരുള്ളൂ. അത് ഫിനാൻഷ്യലി. ഇനി ഫിസിക്കലി വളരെ എഫേർട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വീടിൻ്റെ പരിചരണം, ഇനി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ പരിചരണം, മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുക. ഇതൊക്കെ ഒരാൾ ഫിസിക്കലി ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന എല്ലാ എഫേർട്ടുകളും 2 പേരും ഒരുപോലെ ചെയ്യേണ്ടതല്ലേ? ഒരാൾ ക്ഷീണിക്കുമ്പോൾ മറ്റേ ആൾ കൂടെ നിന്ന് കൊടുക്കേണ്ടതല്ലേ? അതായത് വീട്ടിലെ ജോലി ചെയ്യുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം മെൻ്റലിയാണ്, ഇമോഷണലിയാണ്. 2 പേർക്കും പരസ്പരം കേൾക്കാൻ പറ്റണ്ടേ? പരസ്പരം അവരുടെ ഉത്കണ്ഠകളുണ്ടാവും, സമ്മർദ്ദങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും. ഇതൊക്കെ 2 പേരും ട്രീറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണെങ്കിൽ പോലും ഒരാളുടെ മനസ്സിൽ ഈ പറയുന്ന ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് മറ്റേ ആളോട് പറയുകയും അതിന് കൊടുക്കേണ്ട ഒരു വാല്യൂ കൊടുത്ത് കേൾക്കുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടാവണ്ടേ? 2 കൂട്ടരുടെയും അഭിപ്രായങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആകുലതകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കിട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുമ്പോഴല്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കുടുംബബന്ധമായിട്ട് അത് മാറുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ നിലനിന്ന് പോരുന്ന കുടുംബജീവിതത്തിൽ നമ്മുടെ പ്രിയങ്കേച്ചിയൊക്കെ പറഞ്ഞിട്ടുള്ള ആ സോ കോൾഡ് വളരെ ഹാപ്പി ആയിട്ടുള്ള നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കുടുംബജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം കേസുകളിലും സംഭവിക്കുന്ന എന്താണ്? ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം എടുക്കാം. പണം സമ്പാദിക്കുന്ന ആരാണോ അയാൾക്ക് മാത്രമാണ് വീട്ടിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടാവുക. മറ്റേ ആളുകളെ സംബന്ധിച്ച് ഇയാളുടെ കീഴിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇയാൾ പറയുന്നതൊക്കെ അനുസരിക്കാനും ഇയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യത ഇവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഒരു 10 രൂപ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ചോദ്യം ചെയ്യലുകൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. സ്വാഭാവികമായും സാമ്പത്തികമായിട്ടുള്ള ഒരു ആശ്രിതത്വം എന്ന് പറയുന്നത്, അതുപോലെ മറ്റേ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു ശീലമായിട്ട് മാറും. അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. ഇനി ശാരീരികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വീട്ടുപണി എന്ന് പറയുന്നത് ഒരാളുടെ ഉത്തരവാദിത്വമാണ്. അയാൾ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്ത് തളർന്നിരിക്കുകയാണെങ്കിലും ഒരു ചായ എടുത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ബാധ്യസ്ഥയാവുന്നു എന്ന് പറയുന്നത് ഇയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ ഇവിടെ ഒരു വാല്യൂ കൊടുക്കാതിരിക്കുകയാണ്. ഇനി ആ ജോലിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്ക്
ഒരു പനിയോ ജലദോഷമോ മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കൂ, അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ക്ഷീണവും അസുഖങ്ങളും ഒക്കെ അവരുടെ മാത്രം പ്രശ്നമാണ്. അതായത് ഒരു വീട്ടമ്മയ്ക്ക് പനി വന്ന് കിടന്നാലും വീട്ടിലെ കാര്യങ്ങൾ ഓടണമെങ്കിൽ അവൾ എണീറ്റ് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യാനും ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഈ കഠിനമായ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടെ നിന്ന് ഒരാൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അടുക്കളയിലൊന്ന് തേങ്ങ ചിരവി ഒരാൾ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ പോലും സഹായം ചെയ്യാൻ വിളിക്കുകയാണെന്നുള്ള രീതിയിൽ വിളിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താലും അത് സഹായം ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് രണ്ടുപേർക്കുമുള്ള ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ചെറിയ പങ്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഫിസിക്കലി എഫേർട്ട് ഇട്ടൊരു സഹായം ചെയ്തു തന്നു എന്ന് പറയുന്ന ഒരു നിലയിലേക്കാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി മെൻ്റൽ ഇമോഷണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്, സ്വന്തം ഇമോഷൻസ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യല്ലേ എന്നുള്ളതായിരിക്കും ആദ്യം കൊടുക്കുന്ന മറുപടി. അതായത് നമ്മുടെ സങ്കടങ്ങളും ടെൻഷനും ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഭർത്താക്കന്മാരോട് പറയരുത്. അവരെന്തുമാത്രം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് വരികയാണ്. സംസാരിക്കാനിടവില്ല, കുറ്റബോധം മാത്രമാണ് ഉള്ളിലുണ്ടാവുക. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ സ്ത്രീകളെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് പറയുന്ന പാട്ട് മുതൽ ഇങ്ങോട്ടേക്ക് സ്ത്രീകളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ ഒരുപാട് സിനിമകൾ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് സ്ത്രീ തന്നെയാണ് ധനം എന്നുള്ളത്. പുറമേ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് നല്ല പ്രയോഗം, സ്ത്രീധനല്ല സ്ത്രീ തന്നെയാണ് ധനം. പക്ഷേ ആ പ്രയോഗത്തിലൂടെ സ്ത്രീയെ വീടിനകത്ത് തളച്ചിടുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ധനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് വ്യക്തിത്വമില്ല, സ്വാതന്ത്ര്യങ്ങളില്ല, സ്വപ്നങ്ങളില്ല. അത് വീടിൻ്റെ ഒരു സമ്പത്താണ്. ഇവിടെ നമ്മൾ വെക്കുന്ന ഒരു സ്വത്താണ്. ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റായി അതിനെ ട്രീറ്റ് ചെയ്യുകയാണ്. ഈ ഡയലോഗുകളൊക്കെ ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടി വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് ഭർത്താവിനെ ഒരു ദാസിയെ പോലെ സപ്പോർട്ട് ചെയ്ത് ആ വീട്ടിലുള്ള ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ വീട് നിറഞ്ഞു ഓടി നടക്കുന്ന ഒരു ജോലിക്കാരിയായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധനം എന്നാണ് അന്ന് ഗ്ലോറിഫൈൻ ഉപയോഗിച്ചത്. ഈ ഗ്ലോറിഫിക്കേഷനിലൂടെ ഒക്കെ സംഭവിക്കുന്നത് വീട്ടുജോലി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ സ്വാഭാവിക കടമയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നോർമലൈസ് ചെയ്യലാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു ജന്മമാണ്. ഒരു കുടുംബത്തിന് വേണ്ടി അവൾ അവളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, ത്യാഗരൂപിണിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുമെങ്കിലും അതിനകത്തുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നിനക്കിവിടെ കാര്യമായ അവകാശങ്ങളൊന്നുമില്ല, അവകാശമൊന്നും ചോദിക്കരുത്, നീ ചെയ്യുന്നതൊക്കെ ത്യാഗമാണെന്ന് ഞങ്ങൾ അങ്ങ് പുകഴ്ത്തിക്കോളാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിൽ വേണ്ടുന്ന ജോലികൾ, അതിൻ്റെ ക്ലീനിങ് പരിപാടികൾ, കുക്കിംഗ്, കുട്ടികളെ നോക്കൽ തുടങ്ങിയിട്ടുള്ള ഇത്രയും ജോലികളും ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ എത്ര രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും? പക്ഷേ അത് മുഴുവൻ ചെയ്യുന്നൊരു സ്ത്രീയെ അത് സ്ത്രീയുടെ മഹത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശമ്പളമില്ലാതെ ജോലി എടുപ്പിക്കുക എന്ന് പറയുന്ന രീതിയെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് അവരുടെ ചോയ്സ് ആണോ? ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരു സ്ത്രീക്ക് നിഷേധിക്കപ്പെടുന്നത്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നീ ഒരു പെൺകുട്ടിയായി ജനിച്ചു, അപ്പോൾ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഒരു സ്ത്രീ ആയതുകൊണ്ട് നീ വിവാഹം കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു കുടുംബജീവിതത്തിൽ നിൻ്റെ റോളുകൾ ഇതൊക്കെയാണ്. അല്ലാതെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇതിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ചോയ്സ് എടുക്കാനുള്ള ഫ്രീഡം അവിടെ ഇല്ല. ഓട്ടോമാറ്റിക്കായി അസൈൻ ചെയ്യപ്പെടുന്ന ഡ്യൂട്ടിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇത്തരം വാചകങ്ങളൊന്നും ഉപയോഗിച്ച് ഒരു പുരുഷനെ എവിടെയും തളച്ചിടുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ വിവാഹം എന്ന് പറയുന്ന ഈ സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നിലവിലെ രീതിയുണ്ടല്ലോ, ഇതിനകത്തുള്ള ഇരട്ടത്താപ്പ്. ഇനി കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന ഫെമിനിസ്റ്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് എന്ന് വന്നു തുടങ്ങിയോ അപ്പം മുതൽ ഡിവോഴ്സ് റേറ്റ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. സത്യത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരുന്നത് കൊണ്ടല്ല ഇവിടെ വിവാഹബന്ധങ്ങൾ തകരുന്നത്. അനീതിയും പീഡനവും ഒക്കെ സഹിച്ച് ഒരു കുടുംബ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടിൽ ഇന്ന് സ്ത്രീ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തുപോകാത്ത പല ബന്ധങ്ങളും, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പണ്ട് മാത്രമല്ല ഇപ്പോഴാണെങ്കിലും പല ബന്ധങ്ങളും ഒത്തുപോവില്ലെന്ന് അറിഞ്ഞിട്ടും തുടർന്നു പോകുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്പർ 1, സാമ്പത്തികമായ ആശ്രിതത്വമാണ്. ഒരു സ്ത്രീയെ അവളെ ജോലി ചെയ്യാനോ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനോ പണത്തിനെ കൈകാര്യം ചെയ്യാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും പ്രാപ്തിയുള്ള അവസ്ഥയിൽ വളർത്തില്ല. എന്നിട്ടൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ആ കല്യാണം കഴിച്ചിട്ടുള്ള ബന്ധത്തിൽ അവൾ ഒട്ടും തൃപ്തയല്ലാതിരിക്കുന്ന സമയത്തും ബന്ധം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ നോക്കില്ല, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിന്നൊന്നും കിട്ടാനുമില്ല. അപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് സാമ്പത്തികമായി ആശ്രയിക്കാൻ ഇയാളല്ലേ ഉള്ളൂ എന്ന് പറയുന്നൊരു പേടിയാണ്. 2,
സാമൂഹികമായി ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന അപമാനമാണ്. അവൻ കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് ആദ്യം വരുന്നൊരു കാര്യം. അവളുടെ കയ്യിലിരിപ്പിന് സംഭവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ സാമൂഹികമായി അവൾ നേരിടേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും അധികം ഇംബാലൻസ്ഡ് ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്താത്തതിൻ്റെ കാരണം കുട്ടികളെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഭയമാണ്. അവരുടെ ഫ്യൂച്ചർ എന്താവും, അവർക്കൊരു അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്ന കുടുംബജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റണ്ടേ എന്നൊക്കെയുള്ള ചിന്തയുടെ പുറത്ത് പറ്റാത്ത ബന്ധത്തിൽ ആളുകൾ തുടരുകയാണ്. ഒരു നല്ല ഭാര്യയായി തുടരണം എന്ന് പറയുന്ന സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പല കുടുംബ ബന്ധങ്ങളും നടന്നു പോകുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ മൈക്ക് കിട്ടുന്ന സമയത്തൊക്കെ പറയും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്? മാനസികമായി ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന കടുത്ത മാനസിക പീഡനം. ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക, പുറത്താരോടും പറയാതിരിക്കുക. ഒരാളിൽ നിന്ന് നമുക്ക് നേരിടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവഗണന നേരിട്ട് കഴിഞ്ഞാലും അയ്യോ പാവെന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പിൽ തന്നെ കടിച്ചു തൂങ്ങുക. സ്വന്തം അവകാശങ്ങൾ, ആ അവകാശങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള സമയത്ത് പോലും അത് വേണ്ടാന്ന് വെക്കുക. സ്വന്തമായിട്ടുള്ള സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ കടിച്ചമർത്തി ജീവിക്കുക. ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബന്ധത്തിനെ കഷ്ടപ്പെട്ട് നിലനിർത്തിക്കൊണ്ട് പോരുന്നതിനെ നല്ല വിവാഹ ജീവിതമാണ് എന്ന് പറയുന്നത് അനീതിയെ നോർമലൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇന്ന് ഡിവോഴ്സ് റേറ്റ് കൂടുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടുന്നത് കൊണ്ടല്ല, ഈ അവബോധം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, എനിക്ക് കിട്ടേണ്ട പരിഗണനകളെക്കുറിച്ച്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച്, ജീവിതം എന്ന് പറയുന്ന ഈ മഹാസാഗരത്തിനെക്കുറിച്ചുള്ള ഒരു അവബോധം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായി തുടങ്ങിയതുകൊണ്ടാണ്. എല്ലാവർക്കും മാനസിക ആരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായ ധാരണയുണ്ട്. ഏതൊരു ബന്ധത്തിലാണെങ്കിലും തുല്യതയും ബഹുമാനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ അവകാശമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്ത് വില കൊടുത്ത് എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചാലും വിവാഹബന്ധം നിലനിർത്തിയേ പറ്റൂ എന്ന് പറയുന്ന തെറ്റായ ചിന്താഗതിയിൽ നിന്ന് ആളുകൾ മാറുന്നുണ്ട്. എന്നാൽ അതേസമയം സാമ്പത്തിക സ്വാതന്ത്ര്യം സത്യത്തിൽ എന്താണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചെയ്തത്? സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളെ മാറ്റിമറിച്ചിട്ടുള്ളത്? തൊട്ട് മുൻപൊരു റീൽ റിയാക്ഷൻ വീഡിയോയിൽ നമ്മുടെ RJ മിഥുൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീഡം തരലാണ്, നമുക്ക് നോ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മുടെ സ്ത്രീകളെ പ്രാപ്തരാക്കിയിരിക്കുന്ന ഒരു കാര്യം. തനിക്ക് നേരിടേണ്ടി വരുന്ന അനീതികളോട്, മാറ്റി നിർത്തലുകളോട്, അടിച്ചമർത്തലുകളോട് നോ എന്ന് പറയാൻ ഒരു സ്ത്രീയെ പ്രാപ്തയാക്കുന്നുണ്ടത്. അനീതിയോട് നോ പറഞ്ഞ് സുരക്ഷിതമല്ലാത്തൊരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ അവരെ സാധ്യരാക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി വിവാഹവിരുദ്ധമൊന്നുമല്ല, പീഡന വിരുദ്ധമാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായാലും നല്ല വിവാഹബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരസ്പര ബഹുമാനമുള്ളപ്പോൾ, ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുമ്പോൾ, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പിന്തുണ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള നല്ല ദാമ്പത്യങ്ങൾ വളരെ സ്ട്രോങ് ആയി നിലനിന്ന് പോരുന്നത് ചുറ്റും ഒന്ന് ശരിക്കും കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നാഗേച്ചി പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. സാമ്പത്തികമായി സ്വാതന്ത്ര്യം കൈവരിച്ചിട്ടുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുന്ന, തീരുമാനങ്ങൾ എടുക്കുന്ന, തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള സ്ത്രീകളെ ഡീൽ ചെയ്യാൻ ഇന്നത്തെ പുരുഷന്മാർ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. ഈ സൊസൈറ്റിയും നമ്മുടെ നാട്ടിലെ പുരുഷന്മാരും ഒക്കെ അതിന് എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. പക്ഷേ അതിൻ്റെ കാരണം സ്ത്രീകളല്ല കേട്ടോ. ഇവിടെ നിലനിൽക്കുന്ന വിവാഹം എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളെയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാണ് വളർത്തുന്നത്? നീയാണ് തീരുമാനമെടുക്കേണ്ട ആൾ, നീയാണ് ലീഡർ, നീയാണ് ഏൺ ചെയ്യേണ്ട ആൾ, നീ തന്നെയാണ് ഏൺ ചെയ്യുക. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും, അവർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സമത്വം എന്താണ് എന്ന് പഠിപ്പിക്കില്ല. ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യുന്നതാണ് എന്ന് പറയുന്നൊരു ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. പവർ ഷെയറിങ് അല്ലെങ്കിൽ അധികാരം, നമുക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള പവർ, അത് ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിച്ചിട്ടുള്ള, അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള, സ്വതന്ത്രമായി സംസാരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അത് പാർട്ട്ണറല്ല, മറിച്ച് തൻ്റെ അതോറിറ്റിയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അതൊരു ത്രട്ടാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് മാസ്കുലിനിറ്റിയുടെ ഇൻസെക്യൂരിറ്റി എന്നും പറയാം. ഞാൻ ആവശ്യത്തിന് സമ്പാദിക്കുന്നുണ്ടല്ലോ, ഒരു പെണ്ണ് ജോലിക്ക് പോയി ജീവിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ അതൊരു ഗതികേടായി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അവർ ശരിക്കും സ്വയം ചോദിക്കേണ്ടത് ഈ പരിപാടിയിൽ, ഈ വിവാഹ ജീവിതം എന്ന് പറയുന്ന പരിപാടിയിൽ എൻ്റെ റോൾ എന്താണ്, ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്? പക്ഷേ അങ്ങനെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാവേണ്ട സമയത്ത് സ്ത്രീയെ ഈഗോയിസ്റ്റിക് ആണ്, ഫെമിനിസ്റ്റ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യാത്തവളാണ് എന്ന് ലേബൽ ചെയ്യുകയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുക. അത് ഭയങ്കര എളുപ്പമാണ്. അവിടെ നമുക്ക് ഈ സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് വളരെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. പുരുഷൻ ഒന്ന് അസേർട്ടീവ് ആയി കഴിഞ്ഞാൽ അവൻ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ആളാണ്, അവൻ്റെ ആണാ എന്ന് നമ്മൾ പറയും. പക്ഷേ സ്ത്രീ അസേർട്ടീവ് ആയി കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയാണ്. ഒരു പുരുഷൻ കുറച്ച് അംബീഷ്യസ് ആയി പെരുമാറാണ്, അവന് കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അവൻ നല്ല റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളൊരു പയ്യനാണ്.
നല്ല ആഗ്രഹങ്ങളൊക്കെ ഉള്ള, കൊള്ളാം, അവൻ അടിപൊളിയാണ് എന്ന് പറയും. സ്ത്രീ അംബീഷ്യസ് ആയി കഴിഞ്ഞാൽ അവൾ ഒട്ടും ഫാമിലി ഓറിയൻറ്റഡ് അല്ല, ഒരു ഫാമിലി മെറ്റീരിയൽ അല്ല, വൈഫ് മെറ്റീരിയൽ അല്ല എന്നൊക്കെയാണ് പറയുക. കാരണം നമ്മുടെ സൊസൈറ്റി ഇതുവരെ പവർഫുള്ളായിട്ടുള്ള ശക്തമായ തീരുമാനങ്ങളെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ത്രീകളെ നോർമലൈസ് ചെയ്തിട്ടില്ല. നിലവിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാരേജ് മോഡൽ എന്ന് പറയുന്നത് പുരുഷൻ പ്രൊവൈഡറും സ്ത്രീ കെയർ ടേക്കറും ആയിട്ടുള്ളൊരു രീതിയിലാണ്. ഒരു ഡിപ്പെൻഡൻസി മോഡലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഒരു പാർട്ട്ണർഷിപ്പ് മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനിവിടെ അഭയാർത്ഥിയായിട്ട് നിൽക്കേണ്ട ആളൊന്നും അല്ല, എനിക്ക് വേണ്ടത് ഒരു പാർട്ട്ണറെയാണ് എന്ന് പറയുന്നൊരു ബോധ്യത്തിലേക്ക് മാറുമ്പോൾ സ്ത്രീകൾ വളരെ ഫാസ്റ്റായി ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 100% ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. സ്വന്തമായി ചിന്തിക്കുന്ന, അൺലേൺ ചെയ്യേണ്ട കാര്യങ്ങളെ അൺലേൺ ചെയ്യാൻ തയ്യാറാവുന്ന, ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്. പക്ഷേ അതിനെ നമുക്കൊരു മെജോറിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിലും ചിലയിടങ്ങളിൽ കാണാൻ പറ്റുന്നൊരു കാര്യം, സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകുന്നു, രണ്ടുപേരും സംവദിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ വീട്ടിലെ ജോലികൾ അപ്പോഴും സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റി ആയി തുടരുന്നൊരു സാഹചര്യമുണ്ട്. മോള് കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊച്ചിന്റെ കാര്യം നോക്കണം, ഭർത്താവിന്റെ അച്ഛനും അമ്മയുടെ കാര്യം നോക്കണം, എന്റെ കാര്യം മാത്രം ഞാൻ മാറ്റി വെച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇല്ലേ, നോക്കേണ്ട കാര്യം നോക്കണം. അതാണ് ഒരു സ്ത്രീ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എന്നെ പഠിപ്പിച്ച രീതി അതായതുകൊണ്ട് ഞാൻ അതൊക്കെ രീതിയിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണവശാലും ഞാൻ എന്റെ ഒരു അനുഭവത്തിലുണ്ടായ കാര്യം പറയണത്, നമ്മൾ ജോലി ചെയ്തതിന്റെ ഇടയ്ക്ക് നമ്മുടെ അദ്ദേഹം ഉറക്കൊക്കെ എഴുന്നേറ്റ് വരുന്നു, ഭർത്താവ് എഴുന്നേറ്റ് വന്നു കയറിയ ഇതൊന്നും നോക്കത്തില്ല, ഒരു ചായ തന്നെ അല്ലേ, ചായ എടുത്ത് കൊടുത്തു, നമ്മൾ തിരക്കിൽ കൊണ്ടി വേഗം കൊണ്ട് ചായ കൊടുത്തു കഴിയുമ്പോൾ ഗ്രാജുവലി ചിലപ്പോ ചായ എടുത്ത് മധുരം കൂടി പുള്ളി എന്ത് ചെയ്യും, കുടിച്ച് കണ്ടാ എന്തുമാത്രം മധുരം അടിഞ്ഞ് എനിക്ക് ഇട്ട് വന്നിരിക്കണം, ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കണേ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ചൂടായി നിൽക്കും. തിരിച്ച് നമ്മൾ സ്ത്രീകൾ എന്താ പറയാ, ഒന്ന് തിരിച്ചു ചൂടാവില്ലേ? ഉറപ്പായിട്ട് ചൂടാവും. ഞാൻ രാവിലെ എഴുന്നേറ്റതാ, മോനെ വിടാനുണ്ട്, നിങ്ങൾ അച്ഛനും അമ്മയെ നോക്കണം, നിങ്ങളുടെ അച്ഛനും അമ്മയെ നോക്കണം, തെറ്റ് കട്ട് ചെയ്യുക, അതെ നിങ്ങളുടെ അല്ല. ഇങ്ങനെയുള്ള വാക്കുകളെ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയേണ്ടത്? ഇത്രയും പറഞ്ഞാൽ അദ്ദേഹത്തിനോട്, ഞാൻ തിരക്കായിരുന്നു, ഇച്ചിരി മധുരം കൂടി പോയി, ഞാൻ ഇപ്പൊ പുതിയതിട്ടോണ്ട് വരാം, ഇത് ഞാൻ കുടിച്ചോളാം. ഞാൻ പറയട്ടെ, ഒരു ചെറിയ കാര്യമാണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ പ്രസന്റേഷൻ രീതി ഉണ്ടല്ലോ, പുള്ളി അപ്പൊ എന്താ പറയാന്നറിയോ, കുഴപ്പമില്ല ഇന്നത്തെ അല്ലേ, സാരമില്ല, തിരക്കായതുകൊണ്ടല്ലേ എന്ന് നമ്മളാ പറയിപ്പിക്കണം. അല്ലാതെ നമ്മൾ അവിടെ കുറെ വെച്ച് അങ്ങെടുത്ത് ബഹളം വെച്ച് പുള്ളി ആ ചായ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് പുള്ളിയുടെ മൂടും കളഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പുള്ളി ഇറങ്ങി പോവുകയും ചെയ്യും. എന്താ അവസ്ഥ? ഇതൊരു കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു, വേണമെങ്കിൽ കേൾക്കാം. ഓഫീസിലെ ജോലി മാത്രമാണ് നമ്മൾ ജോലിയായിട്ട് കണക്കാക്കുക. അതേസമയം വീട്ടിൽ ചെയ്യേണ്ട കുക്കിംഗ്, ക്ലീനിങ്, പ്ലാനിങ്, കെയർ ഗീവിങ്, ഇതിനൊക്കെ ഒരു നാച്ചുറലായി അവർ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ കണക്കാക്കുക. അതിലെന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ടൊരു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു അങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുക. ഇതിനെയാണ് അൺപെയ്ഡ് ലേബർ ഇൻവിസിബിലൈസേഷൻ എന്ന് പറയുന്നത്. പൈസ കൊടുക്കാതെ വളരെയധികം അധ്വാനമുള്ളൊരു ജോലി ചെയ്യാണ്, പക്ഷേ ആ ജോലിയെ, അതിൻ്റെ എഫേർട്ടിനെ, അതിന് അവർക്ക് കിട്ടേണ്ടുന്ന റെസ്പെക്റ്റിനെ ഒക്കെ നമ്മളിവിടെ ഇൻവിസിബിൾ ആക്കുകയാണ്. അവിടെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മാനേജിങ് ബേർഡൻ മുഴുവനായിട്ടും സ്ത്രീകളിലേക്കാണ് പോകുന്നത്. ഒരു കുഞ്ഞ് കരഞ്ഞാൽ അമ്മ നോക്കണം, വീട്ടിലെന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞു പോയാൽ അതൊക്കെ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഫംഗ്ഷൻ വന്നാൽ അതിൻ്റെ പ്ലാനിങ് സ്ത്രീകളാണ് ചെയ്യേണ്ടത്. ഇതവർ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻ അല്ല, ഒരു ഡീഫോൾട്ട് കെയർ ടേക്കർ സിൻഡ്രോമാണ്. വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇതിൽ പുരുഷന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് ഹസ്ബൻഡ്സ്, സഹായം ചെയ്യുന്ന പുരുഷന്മാരാണ്. ഹെൽപ്പിംഗ് മൈ വൈഫ് എന്ന് പറയുമ്പോൾ തന്നെ വീടും അവിടുത്തെ ജോലികളും എല്ലാം അതെല്ലാം സ്ത്രീയുടെ ടെറിട്ടറിയാണ്. പക്ഷേ അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കലും പേപ്പർ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്യും. പക്ഷേ വീട്ടിലെ ജോലിയും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അയാളും ഹെൽപ്പ് ചെയ്യാനുള്ളത് ചെയ്യുക. അത്രയും ജോലി തന്നെ ഒരു പുരുഷനൊരു വീട്ടിൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഡബിൾ ഷിഫ്റ്റ്, ഡബിൾ ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഓഫീസ് ഷിഫ്റ്റ് ഉണ്ട്, ഹോം ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു മെൻ്റൽ ലോഡിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. പുരുഷനെ സംബന്ധിച്ച് ഓഫീസ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ അവന് അവകാശമുണ്ട്. അയാൾ അതാണ് ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലേക്ക് തന്നെ ഒരേ സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്നു. ഭർത്താവ് ടി വിയുടെ മുന്നിലേക്കും ഭാര്യ അടുക്കളയിലേക്കും പോകുന്നു. ഇതാണ് നമ്മുടെ മോഡേൺ മാരേജിലെ സൈലൻ്റ് ആയിട്ടുള്ള ഇംബാലൻസ്. രണ്ടുപേരും ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ജോലികൾ സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് തുടരുന്നത് അത് സമത്വമല്ല, പാട്രിയാർക്കിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ മാത്രമാണ്. നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് സമത്വം ഉണ്ടാകുന്നത്. ഡിഫറെൻറ്റ് ഏണിംഗ് ഉള്ള, ഡിഫറെൻറ്റ് ഷെഡ്യൂളിലുള്ള, ഡിഫറെൻറ്റ് വർക്ക് ലോഡുള്ള കപ്പിൾസ് അവർ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം സംസാരിച്ച് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. നല്ല കോൺവെർസേഷൻ ഉള്ളൊരു സ്പേസ് ഉണ്ടാവണം. അവിടെ വെച്ച് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ചർച്ച വേണം. ഒരു കൃത്യമായ ഡ്യൂട്ടി മാപ്പിംഗ് ആവശ്യമാണ്. പക്ഷേ അതൊരു ഓപ്പൺ കോൺവെർസേഷനിലൂടെ വേണം തീരുമാനമാക്കാൻ. അല്ലാതെ അസ്യൂം
അസ്യൂം ചെയ്യാൻ പാടില്ല. അത് അയാൾ ചെയ്തോളും അല്ലെങ്കിൽ അവളത് ചെയ്തോളും എന്ന് പറയുന്ന അങ്ങനെ അസംഷൻസ് ഒഴിവാക്കിയിട്ട് ഓപ്പൺ കോൺവെർസേഷൻസ് വരണം. പിന്നെ അതൊരു റിജിഡ് സ്ട്രക്ചർ ആവരുത്. ഈ ജോലി ഇന്ന ആൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ മാത്രം എപ്പം ചെയ്യാനല്ല, മറ്റേ ആളുടെ സൗകര്യം കൂടി അനുസരിച്ച് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റൊട്ടേഷനൊക്കെ ഉള്ള ആ രീതിയിൽ വേണം ഡ്യൂട്ടീസ് സ്പ്ലിറ്റ് ചെയ്യാൻ. അതുപോലെ പരസ്പരമുള്ള ഇമോഷണൽ മെൻ്റൽ ലോഡ് അത് വാല്യൂ ചെയ്യണം, അത് അക്നോളജ് ചെയ്യണം. പക്ഷേ ഈ ശമ്പളത്തിൻ്റെ സ്കെയിൽ അനുസരിച്ച് ഡ്യൂട്ടി സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ രീതി അവലംബിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊരു ഷെയർഡ് പാർട്ട്ണർഷിപ്പാണ്. എനിക്ക് ശമ്പളം കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ജോലിയേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാതെ. കാരണം 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിലും 10,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിലും രാവിലെ 10 മണിക്ക് പോയി വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും ഈക്വലി ടയർഡായിരിക്കും. അവിടെ ശമ്പളം കൂടുതലുണ്ടെന്ന് കരുതി മറ്റേയാൾ ഒരു ജോലിക്കാരനോ ജോലിക്കാരിയോ മാത്രമായി മാറാൻ പാടില്ലല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിക്കൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സമത്വമുള്ള അങ്ങനത്തെ ഒരു മാരീഡ് ലൈഫാണ് ഒരു ഫെമിനിസ്റ്റ് സ്വപ്നം കാണുക, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ എല്ലാം പഴയ രീതിയിൽ മാത്രം നടന്നേ പറ്റൂ എന്ന് പറയാനാണെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യമില്ലേ, ഫെമിനിസ്റ്റുകൾ കാരണം നാട്ടിൽ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു കാര്യത്തിന് വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് ഒരു കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ മാത്രമാണ് ബലിയാടാവുന്നത്, തീരുമാനങ്ങളില്ലാതെ സ്വാതന്ത്ര്യങ്ങളില്ലാതെ സ്വപ്നങ്ങളില്ലാതെ ബലിയാടാവുന്നതെന്നില്ല. ഇതേ കാര്യം അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. നമ്മൾ ഈ വീഡിയോ ഈ രീതിയിൽ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ പല സ്റ്റഡീസിലും പറയുന്നത് സ്ത്രീകൾക്ക് അവർ കൂടുതലായിട്ട് വിവാഹം വേണ്ട എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഒരു എക്സ്ട്രാ ബേർഡൻ എടുത്ത് തലയിൽ വെക്കുന്നത് പോലെയാണ് എന്ന് വലിയൊരു വിഭാഗം ചിന്തിക്കുന്നതുകൊണ്ടാണ്. സോ അതിനെ അഡ്രസ്സ് ചെയ്യുക, അവിടുത്തെ കോർ ഇഷ്യൂ എന്താണെന്നുള്ളത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ട്. മുമ്പ് വന്നൊരു മെസ്സേജ് കോട്ട് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ചേട്ടാ, ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളാണ്, ഞാനും വൈഫും ജോലിക്ക് പോകുന്നുണ്ട്. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സാലറിയിൽ നിന്ന് മാത്രമാണ് വീട്ടിലെ എക്സ്പെൻസിലേക്കുള്ള പണം എടുക്കുന്നത്. അവളുടെ ഭാഗത്തുനിന്ന് അതിൽ കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അവൾക്ക് കിട്ടുന്ന സാലറി അവളുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് അവൾ വിനിയോഗിക്കുന്നത്. എൻ്റെ സാലറി കുടുംബത്തിൻ്റെ മൊത്തം ചിലവിന് വേണ്ടിയിട്ടും വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് ഫെമിനിസമാണ് അല്ലെങ്കിൽ ഇത് ഈക്വാലിറ്റിയാണ്, എനിക്ക് എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സ് എന്നൊക്കെയാണ് പറയുന്നതെന്നാണ്. സത്യത്തിൽ അത് ഫെമിനിസം അല്ല, അത് ഈക്വാലിറ്റി അല്ല, അത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുമിച്ചുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും 2 പേർക്കും അതിനകത്ത് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണം. അത് 2 പേരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാളിൽ നിന്ന് മാത്രം ഈ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും മറ്റേ ആൾക്ക് കിട്ടുന്നതും ഒക്കെ അയാളുടെ മാത്രമായി തുടരുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ചൂഷണം മാത്രമാണ്. ഇത് സാലറിയുടെ കാര്യത്തിൽ മാത്രമല്ല, വീട്ടിലെ ജോലികൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിലായാലും മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ചൂഷണമാണ്. ആ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുരോഗമന ആശയങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടാവണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറിയാവുന്ന കുറച്ച് ആളുകൾക്ക് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് അറിയാം. അത് വെച്ച് ചിലർ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. സോ ആശയങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആളുകൾക്കുണ്ടാവുകയാണെങ്കിൽ ഇത്തരം മുതലെടുപ്പുകളും കുറേ കഷ്ടപ്പെടലുകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കാം.